വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വിജയ് ചിത്രം ജനനായകൻ 12 നിർണായക കട്ടുകളോടെയും സർട്ടിഫിക്കറ്റോടെയും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയിൽ നിന്ന് അംബേദ്കർ പുസ്തകത്തിന്റെ കവർ പേജ്, ടി.വി.കെ പരാമർശങ്ങൾ, സദ്ദാം ഹുസൈൻ രംഗങ്ങൾ, ദേശീയ പതാക താഴെ വീഴുന്ന ദൃശ്യം എന്നിവ നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില മതപരമായ പദങ്ങൾ മ്യൂട്ട് ചെയ്യുവാനും 20 സെക്കൻഡ് ദൃശ്യങ്ങൾ വെട്ടിമാറ്റാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സിനിമയുടെ ആകെ ദൈർഘ്യം 3 മണിക്കൂർ 3 മിനിറ്റായി തന്നെ തുടരും. KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമിത ബൈജു, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ എന്നിവർ പ്രധാന വേഷങ്ങൾ എത്തുന്നതിനാൽ കേരള ബോക്സ് ഓഫീസിലും വലിയ ബിസിനസ് സാധ്യതയുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ഫാമിലി ഓഡിയൻസിനെ പരിമിതപ്പെടുത്തുമെങ്കിലും ശക്തമായ രാഷ്ട്രീയവും റിയലിസ്റ്റിക് മേക്കിങ്ങും യൂത്ത് ഓഡിയൻസിനെ ആകർഷിക്കും. സമകാലിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ചിത്രത്തിന് ഇത്രയുമകം കട്ടുകൾ നേരിടേണ്ടി വന്നത്. ഈ മാറ്റങ്ങൾ സിനിമയുടെ ഒഴുക്കിനെ ബാധിപ്പിക്കുമോ അതോ നറേറ്റീവ് കൂടുതൽ ഷാർപ്പാകുമോ എന്നത് കണ്ടറിയണം. സെൻസർ ബോർഡിന്റെ ഇത്തരം കർശന നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.